അതുകൊണ്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കണം. ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെയും പല വാർത്തകളിലുമൊക്കെ പ്രൈവറ്റ് ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എഴുതുന്നറിയാം. കാരണം ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല. പ്രൈവറ്റ് ബസ്സുകാരുടെ ഭാഗത്ത് തെറ്റുകളും കാണാം. പക്ഷേ ആ വ്യവസായം കൂടി മുമ്പോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കാണിക്കുന്ന തെറ്റിനെ ഞങ്ങൾ ശിക്ഷിച്ച് ഞങ്ങളെയും കൂടി മുമ്പോട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷേ അത് ഞങ്ങളിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് അവസാനത്തെ 2.5 വർഷം ബഹുമാനായ ഗണേശൻ അവറുകൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് മാധ്യമങ്ങളിൽ കൂടെ കൊണ്ടുവന്നു. എന്ത് ഗുണം ആർക്ക് കിട്ടി? ഞങ്ങളുടെ കുറച്ചധികം പൈസ, ലക്ഷോപലക്ഷം രൂപ ഞങ്ങളുടെ നിന്നും വിവിധ ഭാഗങ്ങളിലായി മേടിച്ചുകൊണ്ട് പോയി. എന്നുവെച്ചാൽ കൈക്കൂലി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓരോ പരിഷ്കാരങ്ങൾ വരിക. ഒരു ക്യാമറ വെക്കണമെന്ന് പറഞ്ഞു, ആ ക്യാമറ ആ കമ്പനിയുടെ വെക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പിടിപ്പിച്ചു. ഒരു വർഷം കഴിയുമ്പോൾ പറയുന്നു അത് ആ കമ്പനിയുടെ പോലെ അടുത്ത കമ്പനിയുടെ വേണമെന്ന് പറയുന്നു. ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ ഫൈനുകൾ അടിച്ചേൽപ്പിക്കുന്നതും ഒക്കെ പ്രധാനമായും ഈ പ്രൈവറ്റ് ബസ്സുകളിലാണ്. അതുപോലെ തന്നെ പെർമിറ്റ് എത്രയോ 40-50 വർഷം പഴക്കമുള്ള പെർമിറ്റുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പറയാം KSRTC അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ വണ്ടി ഇറക്കിക്കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം പെർമിറ്റ് തരില്ല എന്ന് പറയുമ്പോൾ 140-ന് മുകളിൽ നിങ്ങൾക്ക് പെർമിറ്റ് ഇല്ല. ഈ ഒരു പ്രത്യേകത ഈ ഒരു വ്യവസായത്തിൽ മാത്രം കാണുന്നതാണ്. അതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റായി ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. സ്വന്തമായി ഒരു ജോലിക്ക് വേണ്ടി നടക്കാതെ ഒരു ബസ് വാങ്ങിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ തെറ്റെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റേതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾ മോശക്കാരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം നിർത്തിപ്പോകുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ മറുപടി പറയാം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന്. ഒരു ക്യാമറ പിടിപ്പിക്കുക, കുറേ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ക്യാമറ പിടിപ്പിക്കുക, അത് ഒരു പ്രത്യേക പർട്ടിക്കുലർ കമ്പനിയുടെ പിടിപ്പിക്കണമെന്ന് പറയുക. അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുക. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ക്യാമറ പിടിപ്പിക്കണമെന്ന് പറയുക, അടുത്ത 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അത് പോരാ അടുത്ത കമ്പനിയുടെ പിടിപ്പിക്കണമെന്ന് പറയുക. അതുപോലെ തന്നെ ഇപ്പം നമുക്കെല്ലാം അറിയാം, ഓരോ കാര്യങ്ങളും ബസ്സിന്, അതായത് ബസ്സിലെ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാമറ ബസ്സിൻ്റെ അവിടെ പിടിപ്പിക്കുക. ഫ്ലൈറ്റിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 കൂടുതൽ ഓടുന്ന ഒരു ബസ്സുകളും ഇല്ല. നൈറ്റ് സർവീസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ആ ക്യാമറയുടെയൊക്കെ വില ഭയങ്കരമാണ്. പക്ഷെ അതും പിടിപ്പിക്കാൻ പറയുക, ഫുട്ബോളിൽ താഴെ പിടിപ്പിക്കാൻ പറയുക. ഇപ്പം ഞാൻ പറഞ്ഞത് നാനാ രീതിയിലും ഈ പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ഉപദ്രവിക്കുന്നത് നിർത്തിയിട്ട് അത് പുനഃപരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര വേണ്ടാന്ന് ഞങ്ങൾ പറയില്ല, ആർക്കെങ്കിലും ഒക്കെ കിട്ടിക്കോട്ടെ. പക്ഷെ അതിനോട് ആനുപാതികമായി ഞങ്ങളുടെ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.